ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും അറസ്റ്റ്. മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കേസിലെ 7ാം പ്രതിയാണ് ബൈജു. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, എപ്പോഴാണ് ബൈജുവിനെ അറസ്റ്റ് ചെയ്തത്? തിടുക്കപ്പെട്ടുള്ളൊരു അറസ്റ്റ്. ഇന്നലെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം കമ്മീഷണർക്കെതിരെയും ദേവസ്വം ബോർഡിനെതിരെയും ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഏറ്റവും നിർണായകമായ അറസ്റ്റാണ്. ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ വെച്ച് ഏറ്റവും പ്രധാനിയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്, അല്ലേ? അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ തിരുവാഭരണ കമ്മീഷണർ, അതായത് 2019 തിരുവാഭരണ കമ്മീഷണറായിരുന്ന KS ബൈജു ആണ് ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിലായിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. കേസിലെ 7ാം പ്രതിയാണ് KS ബൈജു എന്നുള്ളത്. KS ബൈജുവിനെതിരെ ചില രേഖകളൊക്കെ തന്നെ നേരത്തെ ലഭിച്ചിരുന്നു, ചില തെളിവുകൾ, ചില മൊഴികളൊക്കെ തന്നെ KS ബൈജുവിനെതിരെ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SIT നടത്തിയിട്ടുള്ള നീക്കം. അതായത് ദ്വാരപാലക പാളികൾ കൈമാറുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, സന്നിധാനത്ത് ഈ KS ബൈജു ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ദുരൂഹമാണ് എന്നുള്ളത് SIT വിലയിരുത്തിയിരുന്നു. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് KS ബൈജുവിന്റെ അസാന്നിധ്യം അത് മനഃപൂർവ്വമാണ്, അത് ഈ ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായി വന്നതാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് SIT എത്തിച്ചേർന്നത്. അതായത് സന്നിധാനത്ത് ഹാജരായിക്കൊണ്ട് ഈ പാളികൾ കൈമാറുന്ന സമയത്ത് അതിന്റെ തൂക്കവും അളവും അടക്കം നോക്കിക്കൊണ്ട് രേഖപ്പെടുത്തേണ്ട ആളാണ് ഈ തിരുവാഭരണ കമ്മീഷണർ എന്ന് പറയുന്നത്. പക്ഷേ സംഭവം ഉണ്ടാകുന്ന അല്ലെങ്കിൽ പാളികൾ കൈമാറുന്ന സമയത്ത് KS ബൈജുവോടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ അവിടെ ഈ ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ KS ബൈജു അതിനൊപ്പം നിന്നു. അതായത് ഈ ഉദ്യോഗസ്ഥർക്കൊപ്പം അവിടെ ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായിക്കൊണ്ട് തന്നെ അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവാഭരണ കമ്മീഷണർ എന്നുള്ള നിലയ്ക്ക് KS ബൈജു അവിടെ ഉണ്ടാകാതിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് അനിവാര്യമാണ് എന്നുള്ള ഘട്ടത്തിൽ എത്തിയത് കൊണ്ടാണ് ഇപ്പോൾ ആ അറസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. അതായത് മുൻ ഉദ്യോഗസ്ഥരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ അറസ്റ്റിലായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ 3ാമത്തെ ഉദ്യോഗസ്ഥൻ കൂടിയാണ് KS ബൈജു. നേരത്തെ മുരാരി ബാബുവും D സുധീഷ് കുമാറും അറസ്റ്റിലായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ KS ബൈജുവിന്റെ അറസ്റ്റ്. അതായത് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെയായിരുന്നു ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഉണ്ടായിരുന്നത്. അതിനകത്ത് വളരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അതിന് ആ ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെയാണ് മറ്റ് അറസ്റ്റുകളിലേക്ക് കൂടി കടക്കാനുള്ള തീരുമാനത്തിൽ SIT എത്തിയിരുന്നത്. ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി ഒരു അടിയന്തര യോഗം ചേർന്നിരുന്നു. അതായത് ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഈ അറസ്റ്റുകൾ അധികം വൈകരുത്, ഇനിയിപ്പോൾ മറ്റുദ്യോഗസ്ഥരുടെ കൂടി അറസ്റ്റിലേക്ക് പോകാം എന്നുള്ള തീരുമാനത്തിൽ എത്തുകയും ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ KS ബൈജുവിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. KS ബൈജുവിന്റെ വീട്ടിലെത്തിക്കൊണ്ടാണ് അന്വേഷണ സംഘം SIT ഈ KS ബൈജുവിനെ കസ്റ്റഡിയിലെടുത്തതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയതും. ഇപ്പോൾ വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തി വരികയാണ്. എന്തായാലും പുലർച്ചയോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് SIT കടക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അതായത് ദ്വാരപാലക പാളികളുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത്. മറ്ററസ്റ്റുകൾ, അതായത് കട്ടിളപ്പാളി കേസിലെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തിൽ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. പക്ഷെ നിർണായകമായ അറസ്റ്റാണ് SITയെ സംബന്ധിച്ച്. ഇതിൽ കൂടുതൽ അറസ്റ്റുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടിയാണ് ഈ ദിവസങ്ങളിൽ, അതായത് 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൂടുതൽ അറസ്റ്റുകളിലേക്ക് പോകാനുള്ള സാധ്യതയിലേക്കാണ്. നമ്മൾ പുറത്തുവിട്ട വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ KS ബൈജു ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിരിക്കുന്ന സമയത്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ദ്വാരപാലക പാളികൾ സന്നിധാനത്തിൽ നിന്നും കൊണ്ടുപോകുന്നത്. ആ സമയത്തുള്ള പ്രധാനപ്പെട്ട മഹസറിൽ ഈ ബൈജു ഒപ്പിട്ടിരുന്നില്ല എന്നുള്ളതിൽ തന്നെയായിരുന്നു ആദ്യത്തെ ഒരു സംശയം. തിരുവാഭരണം കമ്മീഷണറായിരുന്ന KS ബൈജു ഏറ്റവും പ്രധാനപ്പെട്ട ദ്വാരപാലക ശില്പപാളികൾ കൊണ്ടുപോകുമ്പോൾ അവിടെ പേരെഴുതിയിരുന്നു, പക്ഷേ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, തിരുവാഭരണ കമ്മീഷനുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇത്തരം സാധനങ്ങൾ അഴിച്ചെടുക്കാവൂ എന്ന് ചട്ടമുള്ളപ്പോഴാണ് ബൈജു വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ അവിടെ നിന്നും ഈ പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് സന്നിധാനത്തുണ്ടാവാതിരുന്നത്. അത് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ സംശയം ജനിക്കാനുള്ള ആദ്യത്തെ കാരണം. പിന്നീട് അങ്ങോട്ട് ഉടനീളം ഈ KS ബൈജുവിന്റെയും JC-യുടെയും ഇടപെടലുകൾ ദുരൂഹമാണെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ആ റിപ്പോർട്ടുകളെ ശരിവയ്ക്കുന്ന രീതിയിലാണ് പ്രതി ചേർക്കപ്പെട്ടത്, ഇപ്പോൾ അറസ്റ്റും നടന്നിരിക്കുന്നത്. അതായത് മുരാരി ബാബു, സുധീഷ് കുമാർ, KS ബൈജു, ഇനി അറസ്റ്റിലാകാനുള്ള ജയശ്രീ, ഇവരൊക്കെ ചേർന്ന് നടത്തിയ ഒരു വലിയ തട്ടിപ്പിന്റെ കഥയാണ് ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയേണ്ടി വരും. KS ബൈജു അതിൽ നിർണായകമായ സ്വാധീനമാണ് ചെലുത്തിയതെന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്?
തീർച്ചയായിട്ടും വരുൺ, ദേവസ്വം ഉദ്യോഗസ്ഥർ, ആ ദേവസ്വം ഉദ്യോഗസ്ഥരിൽ ഇത്തരത്തിൽ ഈ സന്നിധാനത്തെ സ്വത്തുക്കൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ സ്വത്തുക്കളൊക്കെ തന്നെ കൈമാറുന്ന സമയത്ത് ഏറ്റവും നിർണായകമായി അവിടെ ഉണ്ടാവേണ്ട ആൾ എന്ന് പറയുന്ന ആണ് തിരുവാഭരണം കമ്മീഷണർ. പ്രത്യേകിച്ച് പാളികൾ പോലെ അമൂല്യമായ സ്വത്തുക്കൾ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൈമാറുന്ന സമയത്താണ് മറ്റുദ്യോഗസ്ഥരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കെ തിരുവാഭരണം കമ്മീഷണർ ആയിട്ടുള്ള KS ബൈജു അവിടെ ഹാജരാകാതിരുന്നത്. ഇതിൽ SIT നടത്തിയിരിക്കുന്ന ഒരു നിരീക്ഷണം അല്ലെങ്കിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥരുടെ എല്ലാം തന്നെ ഗൂഢാലോചനയുടെ ഭാഗമായി അല്ലെങ്കിൽ ഇതിൽ ഉന്നതരൊക്കെ ഉൾപ്പെട്ട ഗൂഢാലോചനയുടെ ഭാഗമായി പാളികൾ കൈമാറാൻ വേണ്ടി തീരുമാനിക്കുന്നു. അവിടെ മഹസറിലടക്കം ഒപ്പുവെക്കുന്നു, ഔദ്യോഗിക രേഖകൾ ഉണ്ടാക്കുന്നു. ആ രേഖകളിലൊന്നും ഒപ്പിടാതെ തന്നെ മാറി നിൽക്കുകയാണ് തിരുവാഭരണം കമ്മീഷണറായ KS ബൈജു ചെയ്തത്. ആ KS ബൈജുവിന്റെ ആ തീരുമാനം ദുരൂഹമാണ്. ആ തീരുമാനത്തിന്റെ പിന്നിലുള്ള ഒരു കാരണം ഒരുപക്ഷെ ഇതിനകത്ത് ഉൾപ്പെടാതെ, അതായത് ഇതിന്റെ ഉത്തരവാദിത്തം ഏൽക്കാതെ ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു, അത് മറച്ചു വെച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് SIT എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ KS ബൈജു അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇക്കാര്യങ്ങൾ അറിയാമെന്നുള്ള മറ്റ് അറസ്റ്റിലായ പ്രതികളുടെ മൊഴികൾ കൂടി SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും നിർണായകമായത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മുരാരി ബാബുവും D സുധീഷ് കുമാറും SITക്ക് നൽകിയിട്ടുള്ള മൊഴിയാണ്. അതായത് തങ്ങൾ മാത്രമല്ല, ഈ പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥർ മറ്റു ചില ആളുകളൊക്കെ തന്നെ ഈ ഗൂഢാലോചനയിലടക്കം പങ്കാളികളായിട്ടുണ്ട്, ഇതിന്റെ പങ്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ലഭിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള മൊഴികൾ ഈ ഇരു ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോറ്റിക്ക് അപ്പുറത്തേക്ക് ഈ ഉദ്യോഗസ്ഥരുടെ മൊഴികളാണ് ഇവിടെ തിരുവാഭരണ കമ്മീഷണറായ KS ബൈജുവിനും N വാസുവിനും ഒക്കെ വിനയാകുന്നത്. അങ്ങനെ ഒരു മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എത്തിച്ചേർന്ന നിഗമനത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ അറസ്റ്റിന്റെ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള S ജയശ്രീ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ അറസ്റ്റിലേക്ക് കൂടി SIT കടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ KS ബൈജുവിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതിൽ ഒപ്പിടാത്ത KS ബൈജുവിന്റെ പങ്കാളിത്തം അല്ലെങ്കിൽ KS ബൈജുവിന്റെ ഈ ഗൂഢാലോചനയിലെ പങ്കൊക്കെ തന്നെ SITക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനി ആ ഉത്തരവുകൾ തയ്യാറാക്കിയ മഹസറടക്കം തയ്യാറാക്കിയ ദേവസ്വം സെക്രട്ടറിയുടെ അടക്കം അറസ്റ്റിലേക്കാണ് വരും ദിവസങ്ങളിൽ കടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ജയശ്രീയുടേതായി പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ കിടപ്പുണ്ട്. അത് തള്ളുന്നത് വരെ മാത്രമായിരിക്കും അന്വേഷണ സംഘം കാത്തിരിക്കുക, അതിനപ്പുറത്തേക്ക് പോകില്ല. അങ്ങനെ ഒരു അറസ്റ്റ് കൂടി ഉണ്ടാകും എന്നുള്ളതാണ്.